ആന്റി ഒരു ദിവസം ഇങ്ങനെ സ്വർഗത്തിൽ പോണതാ സ്വപ്നം കണ്ടതേ. അപ്പൊ സ്വർഗത്തിൽ ആന്റി എത്തിയ സമയത്ത് നല്ല ഗോൾഡൻ കളറുള്ള സ്റ്റെപ്സ്. ആന്റി ആദ്യം ഈ സ്റ്റെപ്സാ കാണുന്നേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ കളറുള്ള സ്റ്റെപ്പ്. പക്ഷേ ആന്റി കുഞ്ഞുവാവയായത് കാരണം ആന്റിക്ക് ഒരു സ്റ്റെപ്പിന്ന് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആന്റിക്ക് അപ്പടി സങ്കടായേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാരണം നമ്മള് ഒരു സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറി ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് എല്ലാം കയറിയാലേ സ്വർഗത്തിൽ എത്തുള്ളൂ. ആന്റി നോക്കുമ്പോ ആന്റിക്കാണ് ഒരു സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്താനുള്ള വലിപ്പമില്ല, കുഞ്ഞുവാവയാ. അപ്പൊ ആന്റിക്ക് സങ്കടം വന്ന് ആന്റി ഇങ്ങനെ ഈശോയോട് കരഞ്ഞു, ഈശോയെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് ആന്റി നോക്കുമ്പോ സ്റ്റെപ്പ് ഇറങ്ങി ഒത്തിരി മാലാഖമാരിങ്ങനെ ഇറങ്ങി വരിക. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് മാലാഖമാര് വീതം ഓരോ സ്റ്റെപ്പിലായിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് ആന്റിയുടെ കൈ പിടിച്ച് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ക്ലിം, രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കയറ്റി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ക്ലിം, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി, അങ്ങനെ സ്റ്റെപ്പ് കയറി 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 ആന്റി എത്തിയത് വലിയൊരു വാതിലിന്റെ മുന്നിലാണേ. സ്വർഗത്തിന്റെ ഡോറായിരുന്നു. അപ്പൊ ആന്റി നോക്കുമ്പോ ഡോർ അടഞ്ഞു കിടക്കുന്നു. എങ്ങനെ ഡോറ് തുറക്കും? ആന്റിയുടെ കയ്യിലാണെ കീ ഇല്ല. അപ്പൊ ആന്റി വീണ്ടും എന്ത് ചെയ്തു? ഹലോ, ഓപ്പൺ ദ ഡോർ, വാതില് തുറന്നീന്ന് പറഞ്ഞു കുറെ കൊട്ടി വിളിച്ചു. എന്നിട്ടും വാതില് തുറക്കുന്നില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാം? ആന്റിക്കാണ് അപ്പടി സങ്കടായി. പെട്ടെന്ന് ആന്റിക്ക് ഒരു ഐഡിയ തോന്നി. ആന്റി എന്ത് ചെയ്തു? ഉറക്കെ അങ്ങ് വിളിച്ചു, ഈശോയെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ, എനിക്ക് വാതില് തുറന്നതായോ എന്ന് പറഞ്ഞു ഉറക്കെ അങ്ങ് വിളിച്ചേ. പെട്ടെന്ന് വാതിലങ്ങ് തുറന്നു. വാതിലങ്ങ് തുറന്നതും പിന്നെന്താ കണ്ടേന്ന് നാളെ പറഞ്ഞാ മതിയോ? അതോ ഇപ്പൊ പറയണോ? ഇപ്പൊ പറയണോ? ഇതുപോലെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? സ്വർഗം ആരെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല. വേറെ ഒരു സ്വപ്ന. ആന്റി വാതില് തുറന്ന സമയത്ത് ആന്റി കണ്ടത്, സൺഡേ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ വലിയൊരു പള്ളിയാണ് ആന്റി കണ്ടേ. ആ പള്ളിക്കകത്ത് നിറച്ചു മാലാഖമാര് നിപ്പുണ്ട്. ഈശോയുണ്ട്. ഈശോയ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന അമ്മ മാതാവുണ്ട്, മമ്മ മേരി ഉണ്ട്, ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട്, ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും നിൽക്കുന്ന കാരണം ആന്റിയാണെ കുഞ്ഞല്ലേ, തീരെ കുഞ്ഞല്ലേ, കുഞ്ഞുവാവയാ. അപ്പൊ ഫ്രണ്ടിലോട്ട് കാണുന്നില്ല. ഞാൻ കുറെ എത്തി നോക്കി ഫ്രണ്ട് കാണാൻ വേണ്ടിട്ടേ. അപ്പൊ കുറെ എത്തി നോക്കി എന്നിട്ടൊന്നും ഫ്രണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആന്റിക്ക് അപ്പടി സങ്കടായി. പെട്ടെന്ന് ആന്റിയെ അവിടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഈശോ വിളിക്കുക, മോളെ ഓടി വാ. അപ്പത്തേനും ആന്റി അങ്ങ് കണ്ണു തുറന്നു. അതായിരുന്നു ആന്റി ആദ്യം കണ്ട, കുഞ്ഞുവാവയായപ്പോ കണ്ട സ്വർഗത്തിന്റെ സ്വപ്നം. ഇന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാണ്, ഈശോ എനിക്കും സ്വർഗ സ്വപ്നം കാണണമായിരുന്നു, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഈശോയോട് പറഞ്ഞിട്ട് കിടക്കണേ. ഉറപ്പായിട്ടും ഒരാളെങ്കിലും സ്വപ്നം കാണും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ആർക്കൊക്കെയാ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടം? ഇഷ്ടമുള്ളവരങ്ങനെ ഇന്ന് കൈവന്തിച്ചേ. അയ്യോ, ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും ഇഷ്ടാ സ്വർഗത്തിൽ പോകാൻ അല്ലേ? സ്വർഗത്തിൽ പോകാൻ എളുപ്പാണോ? ഈസിയാണോ? ബുദ്ധിമുട്ടാണോ? അല്ല, ഈസിയാ. സ്വർഗത്തിൽ പോകാൻ ഈസിയാ. കാരണം എന്താന്നറിയോ? ഈശോ പറഞ്ഞിട്ടുള്ളത്, ഈ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും എന്റെ അടുത്തോട്ട് വാ, അവരുടേതാണ് സ്വർഗരാജ്യം, അങ്ങനെയല്ല പറഞ്ഞേ. ബൈബിളിൽ എന്താ പറഞ്ഞേന്നറിയോ? ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങള് കുഞ്ഞുമാലാഖമാര് അല്ലേ? ശിശുക്കൾ എന്റെ അടുത്ത് വരട്ടെ, അവരുടേതാണ് സ്വർഗരാജ്യം എന്നാ ഈശോ പറഞ്ഞിട്ടുള്ളേ. പക്ഷേ ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നല്ല പിള്ളേരായിട്ട് ജീവിക്കണം അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ നല്ല പിള്ളേരായിട്ട് നിങ്ങളെ വളർത്താൻ വേണ്ടി ഇവിടെ ഒത്തിരി ആന്റി ഉണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. അവരെല്ലാവരും ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ ഒത്തിരി നല്ല കളികൾ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നല്ല പിള്ളേരായിട്ട് വളരും. ഇനി ഒരു അന്ന ചേച്ചിയും കൂടി വരാനുണ്ട്. അന്ന ചേച്ചി എന്താ പറഞ്ഞു തരുന്നേന്നറിയോ?
നേരത്തെ ആന്റി കണ്ട സ്വപ്നത്തില് സ്വർഗത്തിന്റെ വാതില് തുറക്കുന്നില്ലേ? ആ സ്വർഗത്തിന്റെ വാതില് തുറക്കാനുള്ള ഒരു കീ എന്താണ് എന്നാണ് അന്ന ചേച്ചി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ആ കീ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആന്റി കാണിച്ചു തരാവേ. എന്താ? ബൈബിൾ. കുഞ്ഞു ആവുമ്പോ തൊട്ട് നമ്മൾ ബൈബിള് വായിക്കാറുണ്ട് അല്ലെ? ഈ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാ നമ്മൾ സ്വർഗത്തിൽ പോണ്ടേ എന്ന കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ നല്ല മക്കളായിട്ട് ജീവിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ബൈബിൾ വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അത് പറഞ്ഞു തരുന്നത് അന്ന ചേച്ചിയാ. ഓക്കെ, അപ്പൊ അങ്ങനെ ആന്റി സ്വർഗത്തിൽ ചെന്ന സമയത്ത് ആന്റി ഒരു വിശുദ്ധനെ കണ്ടേ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? വിശുദ്ധന്മാര് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഒത്തിരി വിശുദ്ധന്മാരുണ്ട്, നമ്മൾ ഒത്തിരി വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? ആരാ? ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് നന്മയിൽ വളർന്ന് വിശുദ്ധരായി തീർന്ന് സ്വർഗത്തിലെത്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരെ, അവരാണ് വിശുദ്ധന്മാര് അല്ലേ? അൽഫോൻസാമ്മയുണ്ട്, നമുക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതി ഉണ്ട്, ഒത്തിരി പേരുണ്ട് അല്ലെ? ആന്റി ഇപ്പൊ ഒരു വിശുദ്ധനെ കാണിച്ചു തരാവേ. ആർക്കെങ്കിലും ആ വിശുദ്ധനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പറയണം. ഓക്കെ, ഓടിവായോ. നീ എന്റെ കുഞ്ഞുമക്കളെ കണ്ടോ? ഇതാരാന്നറിയോ? ആർക്കെങ്കിലും പരിചയമുണ്ടോ? പറ. പാദ്രെ പിയോ. യെസ്, കണ്ടോ? ഇത് പാദ്രെ പിയോ എന്ന് പറഞ്ഞ വിശുദ്ധനാണ്. പാദ്രെ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം. പാദ്രെ, നമ്മൾ പപ്പ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിലുള്ള ഫാദറിനെയൊക്കെ നമ്മൾ ഫാദർ എന്ന് വിളിക്കില്ലേ, അച്ഛാന്ന് വിളിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് പാദ്രെ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം. അപ്പൊ പാദ്രെ പിയോ, പിയോ എന്നാണ് ഈ ഫാദറിന്റെ പേര്, പിയോ. ഓക്കെ, അപ്പൊ ഈ പാദ്രെ പിയോയുടെ കാര്യമാണ് ആന്റി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനാണ് പാദ്രെ പിയോ. പാദ്രെ പിയോ ഒരു കുഞ്ഞു വാവയായിരുന്ന സമയത്ത് പാദ്രെ പിയോയുടെ പപ്പായും മമ്മായും അങ്ങനെ അധികം ഒത്തിരി കാശൊന്നും ഉള്ള വീട്ടിലല്ല, കൃഷിക്കാരായിരുന്നു. പപ്പായും മമ്മായും കൃഷി സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാവം പാദ്രെ പിയോ വീട്ടിൽ തന്നെയാ. വീടിനോട് തൊട്ടടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്. പാദ്രെ പിയോ പാവം കളിക്കാനൊന്നും ആരും ഇല്ലാത്തത് കാരണം ഫ്രണ്ട്സ് എന്താ പറയുന്നത് സഹോദരരൊക്കെ ഉണ്ട്. പക്ഷെ പാദ്രെ പിയോ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വളർന്നൊരു മിടുക്കൻ പയ്യനായിരുന്നു. പാദ്രെ പിയോ എന്ത് ചെയ്യുന്നറിയോ? തൊട്ടടുത്തുള്ള പള്ളി പോവും. പള്ളിയിൽ ചെന്നിട്ട് എനിക്ക് കളിക്കാൻ ആരും ഇല്ലല്ലോ ഈശോയെ, എന്റെ കൂടെ കളിക്കാൻ വരാവോ എന്ന് പറഞ്ഞിട്ട് മമ്മ മേരിയെയും പള്ളിയിൽ ഒത്തിരി വിശുദ്ധന്മാരുടെ ഫോട്ടോയും സ്റ്റാച്യൂസും ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ അടുത്തൊക്കെ ചെന്ന് എന്റെ കൂടെ കളിക്കാൻ വരാവോ, എന്റെ കൂടെ കളിക്കാൻ വരാവോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെയാ കളിക്കുക. അങ്ങനെ പാദ്രെ പിയോക്ക് ഏകദേശം ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോ തന്നെ സ്വപ്നം കാണുമ്പോ പാദ്രെ പിയോയുടെ അടുത്തോ ഈശോ വരും, മാലാഖമാര് വരും, മമ്മാമേരി വരും. അവര് പാദ്രെ പിയോ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അതുപോലെ പാദ്രെ പിയോയുടെ ഒരു കാര്യം കൂടെ എന്താണെന്നറിയോ? നന്നായിട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. നമുക്കാണെ ഈ കൊന്തയൊക്കെ ചൊല്ലുന്ന സമയത്ത് ചിലപ്പോ ഉറക്കമൊക്കെ വരും, ക്ഷീണമൊക്കെ വരും അല്ലേ? ചിലപ്പോ വർത്താനമൊക്കെ പറയും. പക്ഷെ പാദ്രെ പിയോ മിടുക്കനായിരുന്നു. പാദ്രെ പിയോ നന്നായിട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. അമ്മയും പപ്പയും പറയുന്നതെല്ലാം നന്നായിട്ട് അനുസരിക്കുന്ന ഒരു മിടുക്കൻ പയ്യനായിരുന്നേ പാദ്രെ പിയോ. ആന്റി പാദ്രെ പിയോയുടെ സ്റ്റോറി ഇവിടെ നിർത്തുകയാണേ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നല്ല രസമുള്ള കാര്യങ്ങൾ പറയാനുണ്ട് പാദ്രെ പിയോയുടെ. അത് പക്ഷെ ആന്റി പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി ആന്റി പറയട്ടെ. ഇനി വരുന്ന ചേച്ചിമാര്, ഇനി അടുത്ത ചേച്ചി വരും അല്ലേ? അടുത്ത ചേച്ചി വരുന്ന സമയത്ത് എല്ലാവരും ചേച്ചി വരുമ്പോ തന്നെ ആന്റിയോട് പറഞ്ഞതുപോലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരുമിച്ച് പറയണേ. ഞാൻ നോക്കട്ടെ, മറന്നോന്ന് നോക്കട്ടെ. ആന്റി പറഞ്ഞത് മറന്നോന്നൊന്ന് ടെസ്റ്റ് ചെയ്യണേ. റെഡി? 1 2 3.
ഗുഡ്. അപ്പൊ ഇനി ചേച്ചിമാരെല്ലാരും വരുന്ന സമയത്ത് ആദ്യമേ എന്റെ മക്കള് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മുടെ അന്ന ചേച്ചി വരാൻ പോവാണ്. അന്ന ചേച്ചി എന്റെ മക്കളെ ഒരു വചനം പഠിപ്പിക്കും. അത് കഴിയുമ്പോ നമുക്ക് ജോസച്ചൻ വരും. ജോസച്ചൻ വരുന്ന സമയത്ത് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയാൻ ആരൊക്കെ ഓർക്കും? ഒന്ന് കൈവന്തിച്ചേ, ചാടി കയറി പറഞ്ഞോണം. കാരണം എന്താണെന്നറിയോ? ജോസച്ചനാണ് നമ്മളെ ആരാധനയ്ക്കായിട്ട് ഒരുക്കുന്നത്. ജോസച്ചനാണ്. ഓക്കെ, ഇനി ആദ്യം ഒരു 2 കാര്യം കൂടി ആരാധനയെ കുറിച്ചും കൂടി പറയട്ടെ. ആരാധന നടക്കുന്ന സമയത്ത് മക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? കൈ കൂപ്പി കണ്ണടച്ച് നമ്മൾ ഒത്തിരി ഈശോയുടെ രൂപങ്ങൾ കണ്ടിട്ടില്ലേ? തിരുഹൃദയത്തിന്റെ രൂപം കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഈശോ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന പോലത്തെ ഫോട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഈശോയുടെ രൂപം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നമ്മൾ കണ്ണടയ്ക്കണം. എന്തിനാ നമ്മൾ കണ്ണടയ്ക്കുന്നേ? നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ, ഇങ്ങനെ ശ്രദ്ധ പോവും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈ കൂപ്പി പിടിച്ച് അച്ഛന്റെ ആരാധനയുടെ സമയത്ത് നമുക്ക് എന്താണോ ഉള്ളിലുള്ള, എന്റെ മക്കൾക്ക് എന്താ വിഷമം ഉള്ളതോ, ഇപ്പം പറയാണ് ഈശോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ കൈ കൂപ്പി പിടിച്ച് പറയണേ ഈശോ എനിക്ക് പഠിക്കാനുള്ള കൃപ തരണേ. ഇനിയിപ്പം ചിലർ പറയും ഞാൻ എപ്പോഴും കള്ളം പറയുക, പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ കള്ളം പറയുന്നത്. അപ്പൊ പറയും ഈശോ എനിക്ക് ഈ കള്ളം പറയുന്ന സ്വഭാവം ഒന്ന് മാറ്റി തരണേ. ഇനിയിപ്പം ചിലവർക്ക് വീട്ടില് പപ്പയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മമ്മിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശോ അതനുസരിക്കും, ഈശോ കേൾക്കും. കാരണം എന്താണെന്നറിയോ? ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടാ പിള്ളേരെ. ഈശോയുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈശോയ്ക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ഓർത്തിരിക്കണം. ആന്റി ഇപ്പൊ പോയാ അന്ന ചേച്ചി വരും. അന്ന ചേച്ചി വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസച്ചൻ വരും. ആരാധനയുടെ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞ് ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറക്കല്ലേ. രണ്ടാമത്തെ കാര്യം, ആരാധനയുടെ സമയത്ത് കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് ഇഷ്ടമുള്ള ഈശോയുടെ രൂപം മനസ്സിൽ ഓർക്കണം. എന്നിട്ട് എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയോ? ഇനി അടുത്ത ഏഞ്ചൽസ് മീറ്റിംഗില് നിങ്ങൾ പറയുക, ആന്റി ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇന്ന കാര്യം പ്രാർത്ഥിച്ചായിരുന്നു, എന്നിട്ട് ഈശോ അത് സാധിച്ചു തന്നു എന്ന് പറയണം. പറയുമോ? ഓക്കെ, അപ്പൊ ഓർത്തോ, നമ്മുടെ മനസ്സിൽ എന്താണോ ബുദ്ധിമുട്ടുള്ളത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ മക്കളെല്ലാരും ഒരുങ്ങി റെഡി ആയിട്ടിരിക്കണം.